ഇയാളുടെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല? സോമോട്ടോ കേസ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഫയൽ ചെയ്യുന്നില്ല? പോലീസ് അന്വേഷണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് സ്വർണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ മോഷണം, കോട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. നമസ്കാരം, മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള ഒരുപക്ഷെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയൊരു തിരിച്ചടിയാകാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു ഇത്. ഇങ്ങനൊരു വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ CPM-ലെ പല പ്രധാനികളിലേക്കും ഈ ഒരു വിഷയം എത്തുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഒരു ലൈംഗികാരോപണ പരാതി ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് മാധ്യമങ്ങളെല്ലാം പിന്തുടർന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള മറന്നു എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം 3 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ വിഷയം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിവാദത്തിലേക്ക് എത്തുന്നത് എന്നത് ചില സംശയങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള R ശ്രീലേഖ അടക്കം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ചൂണ്ടിക്കാണിച്ച് വിവാദ പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയുമായിട്ട് യുവതി രംഗത്ത് വരുന്നു എന്ന് പറയുന്നതിൽ അതിന് പിന്നിൽ ചില നിഗൂഢതകളുണ്ട് എന്നുള്ള സംശയം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേ സംശയം തന്നെയാണ് ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു വിഷയം ഇപ്പോൾ വിവാദമാകാനുള്ള കാരണം ഇതെങ്ങനെ ഇപ്പോൾ വിവാദമായി എന്നതിൽ വലിയ സംശയങ്ങളാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. നമ്മൾ ഇന്നലെ കണ്ടു കേട്ടു, കോൺഗ്രസ് MLA, പാലക്കാട് കോൺഗ്രസ് MLA-ന്റെ എതിരെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സർക്കാർ കേസ് ഫയൽ ചെയ്യുന്നു. ഇത് ഞങ്ങൾ എത്രയോ മാസം മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇയാളുടെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല? സോമോട്ടോ കേസ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഫയൽ ചെയ്യുന്നില്ല? പോലീസ് അന്വേഷണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഇന്നലെ നടക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്? കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 100% എൻ്റെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോട് ഞാൻ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം, ഇത് സ്വർണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ മോഷണം, കോട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇത് CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഈ ഒരു ഇഷ്യൂവിന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമലയുടെ കൊള്ള, ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ ഒരു ശ്രമം. പക്ഷെ എലക്ഷൻ വരുന്നു, 10 ദിവസം മുമ്പ്, എലക്ഷന്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ്, ഇതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ട് 3-3.5 മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിൽ കയറ്റിയ CPM സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്തു? ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ്. ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ഈ റീൽ പൊളിറ്റീഷ്യൻ, ഈ റീൽ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എത്രയോ പരാതികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി, എന്നിട്ടും പാലക്കാടിന്റെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ശരി, കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇതാണ്, നമ്മൾ എത്രയോ കൊല്ലമായിട്ട് കണ്ടതാണ്. പക്ഷെ CPM ആണ് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച്, ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ണർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം നടത്തുന്നു. ഞങ്ങൾ അത് സമ്മതിക്കില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഈ ഇലക്ഷനിൽ സ്വർണക്കൊള്ള, ശബരിമലയിൽ ചെയ്ത ദ്രോഹം, ശബരിമലയിൽ ചെയ്ത കൊള്ളയും, ശബരിമല ചെയ്ത തെറ്റും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും, സൂചിപ്പിക്കും, അറിയിപ്പിക്കും. ഇത് എന്ത് സർക്കസ് ചെയ്താലും
എന്ത് കസരത്ത് ചെയ്താൽ CPM കോൺഗ്രസ് ചെയ്താലും ഇതിന് ശ്രദ്ധ ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ, താങ്ക് യു. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ഒരു ധ്വനിയുണ്ടോ? അതായത് അദ്ദേഹത്തിനെതിരെ ഇപ്പോ കേസെടുത്തത് ഇത് കോൺഗ്രസുകാർ പറയുന്ന ഒരു ആരോപണമാണ്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, സ്വർണ്ണക്കള്ളം മറക്കാനാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ ഇന്നലെ പറയുന്നുണ്ട്. അത് മറ്റൊരു അർത്ഥത്തിൽ ആവർത്തിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞു. അതില് ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞു? ഈ രണ്ട് പാർട്ടിയും ഒറ്റ എന്താ ടുഗദർ അവര് ഒരുമിച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു. ശബരിമലേന്റെ കൊള്ള ചെയ്തത് ആരാ? ഒരു സിസ്റ്റം. അത് എപ്പോ തുടങ്ങിയെന്ന് ഞങ്ങൾ ആദ്യം ദിവസം മുതൽ അന്വേഷണം നടക്കുന്നത് ചോദിച്ചിട്ടില്ലേ? ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയത്. ഇത് CPM വരുന്ന മുമ്പ് തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ ഫോട്ടോഗ്രാഫ് സോണിയാഗാന്ധിന്റെ ഒപ്പം, ആന്റോ ആന്റണിയുടെ ഒപ്പം, അടൂർ പ്രകാശിന്റെ ഒപ്പം നിങ്ങൾ കണ്ടതല്ലേ? അപ്പോ ഇത് ഈ ശബരിമല കൊള്ളയിൽ കോൺഗ്രസും CPM രണ്ട് പാർട്ടിയും ഒരുമിച്ച് തുടങ്ങിയും നടത്തിയ കൊള്ളയാണ്. അതിന്റെ അന്വേഷണമാണ് ഞാൻ പറയുന്നത്. സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി നടത്തണമെന്ന് അത് ആദ്യം മുതൽ പാർട്ടി പറഞ്ഞ കാര്യമല്ല. പക്ഷെ അതിന് ശ്രദ്ധ തിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എലക്ഷന്റെ 10 ദിവസം മുമ്പ് കേസ് ഫയൽ ചെയ്യുന്നത് ഇതില് CPM കോൺഗ്രസ് ഇന്ത്യ അലയൻസിന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന ഒരു സംഘപരിവാർ സംഘടനയിൽപ്പെട്ട കോൺഗ്രസ് ഇതിന്റെ ഒരു പഴയ ചരിത്രമുണ്ട്. ഇത് എത്ര കൊല്ലമായിട്ട് എല്ലാവർക്കും അറിയാം. ഇന്ന് ഓർമ്മ വയ്ക്കുന്ന ഒരു സമയമാണ്. കോൺഗ്രസ് ഈ കൊള്ള ചെയ്യുമ്പോൾ, അവരെ പിടിക്കുമ്പോൾ ആദ്യം അവര് ചെയ്യുന്നത് എന്താണ്? ശ്രദ്ധ തിരിക്കുക. 26/11 ടെറർ അറ്റാക്ക് കഴിഞ്ഞിട്ട് കോൺഗ്രസ് എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിന്റെ ഗുരുനാഥനായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു അത് RSS ഹിന്ദു ടെററാണ്. 2G സ്കാം കണ്ടുപിടിച്ചപ്പോൾ UPA കോൺഗ്രസിന്റെ മന്ത്രി കപിൽ സിബൽ എന്താ പറഞ്ഞു? 0 ലോസ് ഉണ്ട്. കോൾ ബ്ലോക്ക് സ്കാം ഉണ്ടാവുമ്പോ കോൺഗ്രസ് മന്ത്രി എന്താ പറഞ്ഞു? P ചിദംബരം പറഞ്ഞു കോള് ഇങ്ങോട്ടും പോയില്ലല്ലോ, കോള് അണ്ടർ ദ ഗ്രൗണ്ട് അല്ലേ. അപ്പോ ഇതൊരു പഴയ ഒരു കോൺഗ്രസ് തല്ലിപ്പൊളി തന്ത്രമാണ്. പിടിക്കുമ്പോൾ, കൊള്ള ചെയ്ത് ട്രാപ്പ് ആവുമ്പോൾ എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ വേറെ ആരും പേരെടുക്കുക. അത് നമ്മൾ 26/11 കണ്ടതല്ലേ. അപ്പൊ ഇവിടെയും ചെയ്യും അവര്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു വിവാദ വിഷയമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാറുന്നുണ്ട്. കാരണം നിർണായകമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലും സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ ഒരു വീഡിയോ കോൾ വഴി അത് ഉറപ്പുവരുത്തുകയായിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറ്റം താൻ ചെയ്തിട്ടുണ്ടോ എന്നതടക്കം നിയമത്തിന് മുന്നിൽ തെളിയിക്കുക എന്നുള്ളതാണ്. നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.